നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. 2025 മെയ് മാസത്തെ എക്സാമിനേഷൻ കലണ്ടർ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കൺഫർമേഷൻ കൊടുക്കാനായിട്ട്. അപ്പോൾ 2025 നടക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയായ സെക്രട്ടേറിയറ്റ് OA മെയിൻസ് എക്സാം മെയ് മാസത്തിലാണ്. അപ്പോൾ PSC നേരത്തെ വാർഷിക കലണ്ടർ ഇറക്കിയപ്പോൾ മാർച്ച് മെയ് മാസത്തിൽ സെക്രട്ടേറിയറ്റ് OA മെയിൻസ് പരീക്ഷ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡേറ്റ് വന്നു, മെയ് മാസം 21 സെക്രട്ടേറിയറ്റ് OA മെയിൻസ് പരീക്ഷ. ഇന്ന് ഫെബ്രുവരി 21. അപ്പോൾ 3 മാസം കറക്റ്റ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കിട്ടുന്നതായിരിക്കും. നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ഈ 10th മെയിൻസ് പരീക്ഷ, അതായത് സെക്രട്ടേറിയറ്റ് OA മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഒരു 50 days സ്റ്റഡി പ്ലാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ജോയിൻ ചെയ്ത് ഇന്ന് തൊട്ട് നിങ്ങൾ ആ സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്തോളൂ. 50 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഫുൾ റിവിഷൻ അടിച്ച് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 50 ദിവസം കൊണ്ട് ഫുൾ പോർഷൻസ്, ഷോർട്ട് കറണ്ട് അഫയേഴ്സും മന്ത്ലി കറണ്ട് അഫയേഴ്സും PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സും ഫുൾ സിലബസ് കവറേജും പഴയ SCRTയും പുതിയ SCRT അടക്കം നിങ്ങൾക്ക് ഫുൾ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ പുതിയ SCRT പഠിച്ചു വെച്ചോളൂ. 5, 7, 9 ക്ലാസ്സുകളിലെ പുതിയ SCRT ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ആപ്പിലെ എല്ലാ കോഴ്സുകളിലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ സെക്രട്ടേറിയറ്റ് OA പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ 10th മെയിൻസ് 2025 എന്ന ബാച്ച് കോഴ്സിൽ കയറിയാൽ മതി. വളരെ തുച്ഛമായിട്ടുള്ള ഫീസാണ്. ഓക്കെ, നിങ്ങൾ ആപ്പ് കയറി ചെക്ക് ചെയ്യുക. വളരെ തുച്ഛമായിട്ടുള്ള ഫീസിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്തോളാം. അപ്പോൾ മെയ് മാസത്തിൽ നടക്കാനിരിക്കുന്ന പരീക്ഷകൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. ആദ്യത്തെ പരീക്ഷ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ മെയിൻസ് പരീക്ഷയാണ്. മെയ് മാസം 5 തീയതിയാണ് നടക്കാനിരിക്കുന്നത്. ഹാൾ ടിക്കറ്റ് ഏപ്രിൽ 21 ലഭ്യമാകുന്നതായിരിക്കും. മെയിൻസ് പരീക്ഷ ആയതുകൊണ്ട് തന്നെ കൺഫർമേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ആ സമയം ആവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് നിങ്ങളുടെ പ്രൊഫൈലിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിലബസ് കിട്ടുന്നതായിരിക്കുമേ. പിന്നെ മെയ് മാസം 6 ബൈ ട്രാൻസ്ഫറിന്റെ റേഞ്ച് ഓഫീസറിന്റെ പരീക്ഷ വരുന്നുണ്ട്. അതുപോലെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് ഫ്രം ഫോറസ്റ്റ് ഒഫീഷ്യൽസ്, അത് മെയ് മാസം 7 നടക്കാനിരിക്കുന്നത്. എല്ലാത്തിന്റെയും ഹാൾ ടിക്കറ്റ് ഏപ്രിൽ 21 വരുന്നതായിരിക്കും. അടുത്ത പരീക്ഷ ഡിവിഷണൽ അക്കൗണ്ടന്റ് NCA കാറ്റഗറി പ്രിലിംസ് പരീക്ഷയാണ്. മെയ് മാസം 10 നടക്കുന്നത്. ഓക്കെ, അത് ഡിഗ്രി ലെവൽ പ്രിലിംസ് ആണ്. ഡിവിഷണൽ അക്കൗണ്ടന്റ് മെയ് മാസം 10 ആദ്യത്തെ പ്രിലിംസ് 1ാം ഘട്ടം നടക്കാനിരിക്കുന്നത്. അതിൽ ഡിവിഷണൽ അക്കൗണ്ടന്റ് വരുന്നുണ്ട്. ഡിഫറെന്റ് കാറ്റഗറീസിലേക്കുള്ള ഡിവിഷണൽ അക്കൗണ്ടന്റ്. ഇതിന്റെ കൺഫർമേഷൻ 20/2/2025 മുതൽ മാർച്ച് മാസം 11 വരെ നൽകാവുന്നതാണ്. ഹാൾ ടിക്കറ്റ് ഏപ്രിൽ 26 ലഭ്യമാകുന്നതായിരിക്കും. അടുത്തത് ലോവർ ഡിവിഷൻ അക്കൗണ്ടന്റ് പരീക്ഷ നടക്കാനിരിക്കുന്നത് മെയ് മാസം 14. ഹാൾ ടിക്കറ്റ് ഏപ്രിൽ 30 ലഭ്യമാകുന്നതായിരിക്കും. ഇതിന്റെയും കൺഫർമേഷൻ ഫെബ്രുവരി 20 മുതൽ മാർച്ച് 11 വരെ നൽകാവുന്നതാണ്. അടുത്തത് സ്റ്റെനോ ടൈപ്പിസ്റ്റിന്റെ പരീക്ഷ വരുന്നത് മെയ് മാസം 16. സ്റ്റെനോഗ്രാഫറിന്റെ പരീക്ഷ വരുന്നത് മെയ് മാസം 16. കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2ന്റെ പരീക്ഷ വരുന്നത് മെയ് മാസം 16. ഇതിനെല്ലാത്തിനും കൂടി കോമൺ ടെസ്റ്റ് ആയിരിക്കും. കൺഫർമേഷൻ നൽകേണ്ടതില്ല. ഓക്കെ, ഇതിൽ ലോവർ ഡിവിഷൻ അക്കൗണ്ടിന് കൺഫർമേഷൻ കൊടുക്കണം. ബാക്കി കോമൺ ടെസ്റ്റ് ഉള്ളതിന് എന്ത് കൊടുക്കേണ്ട, കൺഫർമേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. സിവിൽ എക്സൈസ് ഓഫീസർ, ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുള്ള സിവിൽ എക്സൈസ് ഓഫീസർ NCA കാറ്റഗറി പരീക്ഷ മെയ് മാസം 17 നടക്കാനിരിക്കുന്നത്. ഇതിന്റെ ഹാൾ ടിക്കറ്റ് മെയ് മാസം 5 നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. ഡിഫറെന്റ് കാറ്റഗറീസിലേക്കുള്ള സിവിൽ എക്സൈസ് ഓഫീസറിന്റെ പരീക്ഷ എന്നാണ് മെയ് മാസം 17. ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പഠിച്ചോളാം. ഡേറ്റ് വന്നിട്ടുണ്ട്. ഹാൾ ടിക്കറ്റ് മെയ് മാസം 3 ലഭ്യമാകും. ഇതിന്റെ കൺഫർമേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ഫെബ്രുവരി 20 മുതൽ മാർച്ച് മാസം 11 വരെ നൽകാവുന്നതാണ്. അടുത്ത പരീക്ഷയാണ് മെയ് മാസം 11 സെക്രട്ടേറിയറ്റ് OA പരീക്ഷ. മെയ് മാസം 11 ഹാൾ ടിക്കറ്റ് മെയ് മാസം 7 ലഭ്യമാകുന്നതായിരിക്കും. 1.5 മണിക്കൂറാണ് പരീക്ഷ. അപ്പോൾ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ 10th മെയിൻസ് 2025 എന്ന ബാച്ച് കോഴ്സിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി ജോയിൻ ചെയ്തോളൂ. ഡേറ്റ് വന്നിട്ട് പഠിക്കാനിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇനി സമയം കളയരുത്. ഇനി നിങ്ങൾക്കൊരു സമയമില്ല. ഇനി സമയം കളയരുത്. ഇപ്പോൾ തന്നെ പഠിച്ച് തുടങ്ങിക്കോളാം. 50 days സ്റ്റഡി പ്ലാൻ ഇന്ന് തന്നെ ഫോളോ ചെയ്ത് തുടങ്ങിക്കോണേ. റിപ്പോർട്ടർ ഗ്രേഡ് 2ന്റെ പരീക്ഷ വരുന്നത് മെയ് മാസം 23. ഇതിന്റെ ഹാൾ ടിക്കറ്റ് മെയ് 9 ലഭ്യമാകുന്നതായിരിക്കും. അടുത്തത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് NCA കാറ്റഗറി മെയ് മാസം 24 പരീക്ഷ.
റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പ്രിലിമിനറി എക്സാം ഡിഗ്രി പ്രിലിംസിൻ്റെതാണ് മെയ് മാസം 24. അപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന് SI വരുന്നുണ്ട്, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ, അതുപോലെ എക്സൈസ് ഇൻസ്പെക്ടർ, ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ മുതലായ പരീക്ഷകൾ ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷ മെയ് മാസം 24. അതുപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പരീക്ഷ പോസ്റ്റും അതുപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും എന്ന് തന്നെയാണ് പ്രിലിംസ് മെയ് മാസം 24. ഓക്കെ, ഇതിനെല്ലാത്തിനും എന്തായിരിക്കും? കോമൺ ടെസ്റ്റ് ആയിരിക്കും. അടുത്തത് പ്രിസൺ ഓഫീസറിന്റെ പരീക്ഷ NCA കാറ്റഗറി, അതുപോലെ NCA മുസ്ലിം, NCA SCC ഇതിന്റെയൊക്കെ പരീക്ഷ വരുന്നത് മെയ് മാസം 27. മെയ് 13 മുതൽ ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. കോമൺ ടെസ്റ്റ് ആയിരിക്കുവേ. ഇനി ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി ബൈ ട്രാൻസ്ഫർ കാറ്റഗറി പരീക്ഷ വരുന്നത് മെയ് മാസം 28. കോമൺ ടെസ്റ്റ് ആയിരിക്കും ഈ പറഞ്ഞ പോസ്റ്റുകളിലേക്കെല്ലാം. അടുത്ത് വരുന്ന മെഡിക്കൽ ഓഫീസർ ആയുർവേദ പരീക്ഷ മെയ് മാസം 31. ഫീൽഡ് അസിസ്റ്റന്റ് മെയ് മാസം 31. റീഹാബിലിറ്റേഷൻ ടെക്നീഷ്യൻ ഗ്രേഡ് 2 മെയ് മാസം 31. ഓപ്പറേറ്റർ ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് മെയ് മാസം 31. ഓക്കെ, അപ്പൊ ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷ മെയ് മാസത്തിൽ തുടങ്ങുന്നു. അതുപോലെ സെക്രട്ടേറിയറ്റ് OA മെയിൻസും മെയ് മാസം 21. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ കലണ്ടർ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കാം. ഇന്നും കുറച്ച് മുന്നേ വരെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു സെക്രട്ടേറിയറ്റ് OAയുടെ മെയിൻസ് എന്നാണെന്ന്. അപ്പോൾ അതിനുള്ള റിപ്ലൈ ആയി മെയ് മാസം 21 ഇപ്പോൾ തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരാനിരിക്കുന്ന പ്രധാന പരീക്ഷകളായ സെക്രട്ടേറിയറ്റ് OA ലാബ് അസിസ്റ്റന്റ് മെയിൻസ് പരീക്ഷ 10th മെയിൻസ് 2025 എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യണം, എല്ലാവരും ജോലിക്ക് കയറണം എന്ന ഉദ്ദേശത്തോടു കൂടി പുതിയ SCRT, പഴയ SCRT, ഫുൾ സിലബസ് കവറേജ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം ഉൾപ്പെടെ ഞാനൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസിലാണ്, 6 മാസ കാലാവധിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ പരീക്ഷ പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരു ദിവസം പോലും നിങ്ങൾ പാഴാക്കി കളയരുത്, ഉടനെ തന്നെ ജോയിൻ ചെയ്തോളാം. ആപ്പിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് തന്നെ ഡയറക്ട്ലി ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ 10th മെയിൻസ് 2025 എന്ന് പറയുന്ന ബാച്ചാണ്. കൂടാതെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഈ വർഷം നടക്കാനിരിക്കുന്ന പ്രധാന പരീക്ഷയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ. ഒരുപാട് പേര് ഉറ്റുനോക്കുന്ന പരീക്ഷ. അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് വളരെ തുച്ഛമായിട്ടുള്ള ഫീസിൽ ബാച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ, ഒരുപാട് വേക്കൻസീസ് പ്രതീക്ഷിക്കാവുന്ന പോസ്റ്റുകൾ, കമ്പനി LGS, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെവ്കോ LD, ഈ 3 പരീക്ഷകൾക്കും വേണ്ടി, ഈ 3 പോസ്റ്റുകൾക്കും വേണ്ടി നമ്മുടെ ആപ്പിൽ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡഡ് ആയിട്ടാണ് VFAയുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏത് ബാച്ച് എടുത്താലും അതിൻ്റെ കൂടെ എല്ലാം നിങ്ങൾക്ക് PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സും പുതിയ SCRTയും പഴയ SCRT എല്ലാം ലഭ്യമാണ്. പുതിയ SCRTന്ന് ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ ഒരു തുറുപ്പുചേട്ടാണ് ഈ പുതിയ SCRT എന്ന് പറയുന്നത്. നിങ്ങൾ വ്യക്തമായിട്ട് റിവിഷൻ അടിച്ച് പഠിച്ചിട്ടേ പോകാവും. മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പോർഷൻസ് ആണ്, ഒന്നും വിട്ട് കളയരുത്. വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ആപ്പിൽ ക്ലാസ് എല്ലാം എടുത്തു തരുന്നത്. പിന്നെ ജനറൽ PSC ബാച്ച് ഉണ്ട്, അങ്ങനെ കുറേ ബാച്ചുകൾ പൊക്കോണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാ ക്ലാസ്സുകളും ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് വരുന്നത്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഒരു നിമിഷം പോലും നിങ്ങൾ മടിച്ചു നിൽക്കരുത്. നിങ്ങൾ ഈ പാഴാക്കിക്കൊണ്ടിരിക്കുന്ന സമയം നിങ്ങളുടെ വിലപ്പെട്ട സമയമാണെന്ന് തിരിച്ചറിയുക. ഓക്കെ, അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യണ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാമേ. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ എല്ലാ കോഴ്സുകളും ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ടൈം ടേബിൾ അനുസരിച്ചിട്ടാണ് ഓരോ പോർഷൻസും ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് വെച്ച് നിങ്ങളങ്ങ് പഠിച്ചങ്ങ് പോയാൽ മതി. ടൈം ടേബിളിൽ ഇപ്പോൾ വീക്ക് വൈസ് ആയിട്ട് week 1, week 2, week 3, ഒരു വീക്കിൽ day 1, day 2, day 3, day 4, day 5 അങ്ങനെ 5 ദിവസം. തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വെള്ളിയാഴ്ച വരെയുള്ള പോർഷൻസ് ആണ്. എന്നിട്ട് നിങ്ങൾ റിവിഷൻ അടിച്ചിട്ട് ആ ആഴ്ച നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട് എക്സാമും ഓരോ ആഴ്ചയും ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാം നിങ്ങൾ പ്രയോജനപ്പെടുത്തിക്കോ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും